ഓരോ മൃഗത്തിൽ നിന്നും മൃഗത്തിന്റെ മൊത്തം മാംസം അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാല് ധാര മൃഗത്തിൻ്റെതാണ് ഈ പോയത് ഫക്കീറിന് അറിയാൻ പറ്റൂല. അപ്പൊ ഓരോന്ന് അറിവ് നടത്തുമ്പോഴും അതിൽ നിന്ന് ഒരു കൂമ്പാരം നിർബന്ധത്തിന്റെ കൂമ്പാരം വെക്കണം, ഒരു കൂമ്പാരം സുന്നത്തു കൂമ്പാരം. പിന്നെ ഉടമസ്ഥന്മാർക്ക് വേണല്ലോ, അപ്പൊ അതിന് ഒരു കൂമ്പാരം വേറെ ഉണ്ടായിക്കോട്ടെ. ഇപ്പൊ 3 കൂമ്പാരായി. ഒന്നായിട്ട് അറിവ് നടത്തുകയാണെങ്കിൽ ചുരുങ്ങിയത് മാംസത്തിന്റെ 3 കൂമ്പാരം വേണം. ഒന്ന് ഓരോ ഉലിയത്തിൽ നിന്ന് നിർബന്ധമായ വിഹിതം എടുത്തിട്ട് നിർബന്ധ കൂമ്പാരത്തിൽ വെക്കുക. ബാക്കിയുള്ളത് സുന്നത്ത് കൂമ്പാരത്തേക്ക് ഇടുന്നതിന്റെ മുന്നേ അവനവന്റെ ഉലിയത്തിൽ നിന്ന് ഭക്ഷിക്കൽ സുന്നത്തുണ്ടല്ലോ, അപ്പൊ അവനവന് ഉടമസ്ഥന്മാർക്ക് ആവശ്യമായ കൂമ്പാരത്തിലേക്ക് അത് വേറെ ഇടുക. ബാക്കിയുള്ളത് സുന്നത്ത് കൂമ്പാരത്തിലേക്ക്. ഇങ്ങനെ 3 കൂമ്പാരാക്കിയിട്ട് നിർബന്ധ കൂമ്പാരാകുമ്പം ഒരാൾ അറിവ് നടത്തിയ മൃഗത്തിൽ നിന്ന് 7 ആളുകളുടേത് സുന്നത്താണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 7 കീസ് ആണല്ലോ. അപ്പൊ ആ 7 കീസിന്റെ മാംസം എടുത്തിട്ട് ചുരുങ്ങിയതാ പറഞ്ഞത് അതിലപ്പുറമാകാം, അത് എടുത്തിട്ട് നിർബന്ധ കൂമ്പാരത്തേക്ക് വെക്കുക. പിന്നെ മറ്റേ മൃഗം എടുത്താൽ അതിനും നിർബന്ധമായി കൊടുക്കേണ്ടുന്ന ഫക്കീർമാരെ ഓരോരുത്തിട്ട് നിർബന്ധ കുമ്പാരത്തിൽ. അങ്ങനെ എത്ര മൃഗമാണ് നടക്കുന്നത് അതൊക്കെ നിർബന്ധമായ ഭാഗത്തിട്ട് നിർബന്ധ കുമ്പാരത്തിലിട്ട് ഒന്ന് അറിവ് നടത്തി വെക്കുമ്പോൾ അതിൽ ഒരാള് വാജിബിനുള്ളതാ, ആ 7 ഒന്നും എടുത്തിട്ടും ഈ നിർബന്ധ കുമ്പാരത്തിലിട്ട് ബാക്കിയുള്ളത് സുന്നത്ത് കുമ്പാരത്തിൽ കൊണ്ടിട്ട്, എന്നിട്ട് ഈ നിർബന്ധ കുമ്പാരം അത് കൊണ്ടുപോകുന്ന ജോലിക്കാരനോട് പറയണം ഇത് ആർക്കേ കൊടുക്കാൻ പാടുള്ളൂ, ഫക്കീർ മിസ്കിന്മാർക്കേ കൊടുക്കാൻ പാടുള്ളൂ പറഞ്ഞു. അങ്ങനെ അത് ഫക്കീർ മിസ്കിൻ. ബാക്കിയുള്ള സുന്നത്ത് കൂമ്പാരം ആർക്കും കൊടുത്തോട്ടെ, ഫക്കീറിനും കൊടുക്കാം, മിസ്കീനും കൊടുക്കാം, മുതലാളിക്കും കൊടുക്കാം, ആർക്കും കൊടുക്കാം.